കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. ആര് കേരളം ഭരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ തുടർച്ചയായ മൂന്നാം ഭരണത്തിലേക്ക് എത്തുമോ എന്ന ചർച്ചകൾക്കൊക്കെ ഇടയിലാണ് ബി അതിന്റെ മുഖം മാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനിലൂടെ 2026 കേരളം തങ്ങൾ ഭരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി രംഗത്ത് വരുന്നത്. ഇതിനായി അവർ കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന്, അല്ലെങ്കിൽ അവരുടെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് കേരളത്തിലെ ക്രൈസ്തവരായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഇടതുപക്ഷ സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് ഇസ്ലാമിനോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ പ്രീണനം, അത് ഇവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അസ്വസ്ഥത അടക്കമുള്ള കാര്യങ്ങളെ മുതലെടുക്കാൻ ബി സാധിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം കൃത്യമായ നിലപാടെടുത്തതും മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞതും കേരള ബി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബി ഇകഴ്ത്തി കാണിക്കാനും, അല്ലെങ്കിൽ ബി അള്ളുവെച്ചതിനു ശേഷം പഞ്ചറൊട്ടിക്കുന്ന നാടകമാണ് കാണിക്കുന്നതെന്നും, ഛത്തീസ്ഗഡിലെ ബി സർക്കാരാണ് അറസ്റ്റ് ചെയ്തത്, പിന്നെ കേരളത്തിലെ ബി സർക്കാർ എന്തിനാണ് കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലോ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും പ്രശ്നമാവാത്ത ഒരു വിഷയം അത് കേരളത്തിൽ കത്തിപ്പടർന്നു. അത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്ങനെയാണ് ബി സർക്കാർ അധികാരത്തിലെത്തിയാൽ ന്യൂനപക്ഷങ്ങളെ അവർ ആദ്യം വോട്ടിനായി ഉപയോഗിക്കുകയും പിന്നീട് ന്യൂനപക്ഷ വേട്ട നടത്തുമെന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകൾ ജാമ്യത്തിലിറങ്ങുകയും ഇന്നലെ ഡൽഹിയിൽ വെച്ച് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കന്യാസ്ത്രീകൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത്. സത്യത്തിൽ ഇന്നലെ അവർ അവിടെ ചെല്ലുകയും കൃത്യമായി നന്ദി രേഖപ്പെടുത്താനുമാണ് അവർ അവിടെ എത്തുന്നത്. അത് എങ്ങനെയാണ് കേരളത്തിലെ ബി അതിൽ ഇടപെട്ടതെന്നും അതെങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നയിച്ചതെന്നും തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിനെ മുതലെടുക്കുക എന്നുള്ളത് CPM-ന്റെയും കോൺഗ്രസിന്റെയും കൃത്യമായ താല്പര്യമായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ തന്നെ നേരിട്ട് ചെന്നെത്തി രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നത് കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ സമവാക്യം, അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു സമവാക്യം ഉണ്ടായി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹിയിലുള്ള വീട്ടിലേക്കാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സഹോദരനൊപ്പം എത്തുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ഇത് ആദ്യമായാണ് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കാണാൻ കന്യാസ്ത്രീകൾ ഡൽഹിയിലും എത്തുന്നത്. കേസിന്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നും സൂചനകൾ വന്നു. കേസിൽ നിലവിൽ ജാമ്യം മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത്. FIR അടക്കം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഗുരുതര വകുപ്പുകളാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ FIR-ൽ ചുമത്തിയിരുന്നത്. ഇതിൽ സഭയ്ക്കടക്കം ആശങ്കയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖറുമായി കന്യാസ്ത്രീകൾ കൂടിക്കാഴ്ച നടത്തിയത്. രാജീവ് ചന്ദ്രശേഖറിന് നന്ദി പറഞ്ഞ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ കുടുംബം ജാമ്യം കിട്ടുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നായിരുന്നു കന്യാസ്ത്രീകളുടെ സഹോദരന്റെ പ്രതികരണ മാധ്യമങ്ങളോട്. അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും, അനൂപ് ആന്റണി അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാർ എന്തിനാണ് അവിടെ പോയത്, അവരവരുടെ കൃത്യമായി കാര്യങ്ങൾ നടത്തിയെന്നും, കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു മുന്നണിയല്ല തങ്ങൾക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നയിച്ചതെന്നും അവർ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒന്നും കേരളത്തിൽ BJP പിന്നോട്ട് വലിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖരനെ അന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയതെന്നും കന്യാസ്ത്രീകളുടെ കുടുംബം പറഞ്ഞു. കോടതിയിലിരിക്കുന്ന കേസിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനാകില്ല എങ്കിലും തങ്ങൾക്കൊപ്പം തന്നെയുണ്ടെന്ന വിശ്വാസമെന്നും കുടുംബം പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരൊക്കെ അറസ്റ്റിലായത്. ഒരു പറ്റം ബജരംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. കണ്ണൂർ ഉദയഗിരി ഇടവാംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. അങ്കമാലി എളവൂർ ഇടവക അംഗമാണ് സിസ്റ്റർ പ്രീതി മേരി. കന്യാസ്ത്രീകൾക്കൊപ്പം 3 പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു. ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ എത്തിയ ഇവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗദൾ പ്രവർത്തകർ തടയുകയായിരുന്നു. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇവർ പോലീസിനെ അറിയിച്ചെങ്കിലും ബജരംഗദൾ പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചതിനെ തുടർന്നാണ് റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതായത് ബജരംഗദൾ പ്രവർത്തകർ എന്നാൽ RSSന്റെ സഖ്യകക്ഷികളാണ്, അല്ലെങ്കിൽ RSS തന്നെയാണത്, അതിന് മറ്റൊരു മുഖം മാത്രമാണ്. അങ്ങനെയുള്ള ആളുകളെ കൂടി എതിർത്ത്, ഛത്തീസ്ഗഡിലെ RSS ഘടകത്തിനെ കൂടി എതിർത്ത്, അല്ലെങ്കിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് കേരള BJP അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ അമിത്ഷാ അടക്കമുള്ള ആളുകളുടെ ഇടപെടലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ
ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാക്കി FIR പൂർണ്ണമായും അർത്ഥത്തിൽ ഇവർക്കെതിരെയാവുന്ന ഒരു സാഹചര്യത്തിലും BJP എടുത്ത നിലപാട് അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമാവുന്നുണ്ട്. അത് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം BJPക്ക് അനുകൂലമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ തിരിച്ചടി ലഭിക്കുന്നത് CPM-നും അല്ലെങ്കിൽ കോൺഗ്രസിനുമൊക്കെയാണ്. അവർ ഇതിലൊക്കെ ഇറങ്ങി പുറപ്പെടുകയും വലിയ രീതിയിൽ അത് തങ്ങളുടെ നേട്ടം എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ നോക്കിയെങ്കിലും കന്യാസ്ത്രീകൾ കൈയടിക്കുന്നത് ഇപ്പോൾ BJPക്കാണ് എന്നുള്ളതാണ്. അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിൽ രാജ്യ തലസ്ഥാനത്തും ഉണ്ടായിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും CPM-ഉം പ്രതിഷേധവും ഉയർത്തിയിരുന്നു. 9 നാൾ നീണ്ട ജയിൽവാസത്തിനൊടുവിലാണ് അന്ന് ഇവർക്ക് ജാമ്യമൊക്കെ ലഭിച്ചിരുന്നത്. എന്തായാലും കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ എത്തുന്ന സാഹചര്യം, ആ സാഹചര്യം കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ BJPയുടെ കന്യാസ്ത്രീ വിഷയത്തിലെ നിലപാട് RSSൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലേക്ക് BJP സംഘത്തെ അയച്ചതിലും അനുകൂല നിലപാട് സ്വീകരിച്ചതിലും RSSന് അതൃപ്തി ഉണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പറിയിച്ച് മുതിർന്ന RSS നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു. ബജരംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിൽ സംഘപരിവാർ നേതാക്കൾക്കും കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നുവെന്നായിരുന്നു RSSന്റെ വിമർശനം. അപ്പോൾ അതായത് RSSന് ഇഷ്ടമല്ലാത്തൊരു രീതിയിലായിരുന്നു കേരള BJP പ്രവർത്തിച്ചിരുന്നത്. അത് ഏറെക്കുറെ അറിയാം, പംപ്ലാനി അടക്കമുള്ള ആളുകൾ ഏറെക്കുറെ BJPക്ക് അനുകൂലമാവുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒരു സമുദായം അതിന്റെ ഒരു എൻ ബ്ലോക്കായി നിന്നുകൊണ്ട് അവിടെ വോട്ട് ബാങ്ക് രൂപീകരണം നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാക്കുകയാണ്. അത് ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന തരത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, RSS എതിർത്തോ, RSSന് പൂർണ്ണമായും കന്യാസ്ത്രീ വിഷയത്തിലെ BJP നിലപാടിനെ എതിർത്തിരുന്നെങ്കിൽ പോലും നിലവിൽ അത് രാജീവ് ചന്ദ്രശേഖർ എഴുതി വെച്ച സമവാക്യത്തിലേക്ക് കന്യാസ്ത്രീകൾ BJPക്ക് കൈയടിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല.